വരുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് വാഴയില, അതിനു മുകളിൽ ചൂട് ചോറ്, പരിപ്പും പപ്പടവും നെയ്യും, പിന്നാലെ സാമ്പാറും അവിയലും തോരനും കാളനും ഓരനും പച്ചടിയും കിച്ചടിയും, അവസാനം ഒന്നല്ല രണ്ടല്ല പലതരം പായസം. പക്ഷെ ഇത്തവണ ഈ വാഴയിലയിലെ ഓരോ വിഭവത്തിനും പിന്നിൽ മറ്റൊരു കണക്ക് കൂടിയുണ്ട്. 450 കോടി രൂപ. കേരളത്തിലെ ഓണസദ്യയുമായി ബന്ധപ്പെട്ട വിപണി ഇത്തവണ 450 കോടി രൂപ കടക്കുമെന്നാണ് റിപ്പോർട്ട്. മലയാളികളുടെ ഓണസദ്യ ഇന്നൊരു ഭക്ഷണാനുഭവം മാത്രമല്ല, കോടികൾ ഒഴുകുന്ന വലിയൊരു ഭക്ഷ്യ വിപണിയുടെ ഭാഗം കൂടിയാണ്. അതേസമയം ഈ വിപണി വളരുന്നതിനൊപ്പം സാധാരണക്കാരന്റെ ഓണച്ചെലവിലും വർധന ഉണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സദ്യയുടെ രുചിക്കൊപ്പം അതിന്റെ വിലയും ഉയരുന്ന കാലഘട്ടമാണ് ഇത്. ഈ ഓണക്കാലത്ത് മലയാളികളുടെ അടുക്കളയിൽ നിന്ന് വിപണിയിലേക്ക് നീളുന്ന വലിയ സാമ്പത്തിക കഥയാണ് ഓണസദ്യ. ഓണസദ്യ ഒരു ഭക്ഷണം മാത്രമല്ല, ഓണസദ്യ മലയാളിയുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളിൽ ഒന്നാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ പൂക്കളം ഓർമ്മ വരും, മാവേലിയെ ഓർമ്മ വരും, ഓണക്കോടി ഓർമ്മ വരും. പക്ഷെ അതിനൊപ്പം തന്നെ ഓർമ്മ വരുന്ന ഒന്നാണ് സദ്യയും. വാഴയിലയിൽ വിളമ്പുന്ന നിരവധി വിഭവങ്ങൾ: പരിപ്പ്, നെയ്യ്, സാമ്പാർ, അവിയൽ, തോരൻ, എരിശ്ശേരി, ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, അച്ചാർ, ഇഞ്ചിക്കറി, പപ്പടം, പഴം, ഉപ്പേരി, ശർക്കര വരട്ടി, അവസാനം പായസം. പ്രദേശത്തിനനുസരിച്ച് സദ്യയിലെ വിഭവങ്ങളിലും വ്യത്യാസമുണ്ടാകും. കേരള ടൂറിസത്തിന്റെ വിവരങ്ങളിലും ഓണസദ്യയ്ക്ക് വലിയൊരു വിഭവ വൈവിധ്യമുണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണസദ്യ എന്നത് ഒരു പ്ലേറ്റിലെ ഭക്ഷണമല്ല. അതിന് പിന്നിൽ കർഷകനുണ്ട്, പച്ചക്കറി വ്യാപാരികളുണ്ട്, അരി വ്യാപാരികളുണ്ട്, തേങ്ങയും വെളിച്ചെണ്ണയും വിൽക്കുന്നവരുണ്ട്, പലചരക്ക് കടകളുണ്ട്, കാറ്ററിംഗ് സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, പാചക തൊഴിലാളികളുണ്ട്. വാഴയില മുതൽ പായസം വരെ ഓണസദ്യ ഒരു വലിയ സാമ്പത്തിക ശൃംഖലയാണ്. 450 കോടി രൂപ എന്ന കണക്ക് ഒരു സദ്യയുടെ വിലയല്ല. ഓണസദ്യയുമായി ബന്ധപ്പെട്ട ആകെ വിപണിയുടെ വലുപ്പത്തെക്കുറിച്ചുള്ള കണക്കാണ് ഇത്. ഓണത്തിന്റെ ദിവസങ്ങളിൽ വീടുകളിൽ സദ്യ ഒരുക്കുന്നവരുണ്ട്, പുറത്തുനിന്ന് സദ്യ വാങ്ങുന്നവരുണ്ട്, ഓഫീസുകളിൽ സദ്യ ഓർഡർ ചെയ്യുന്നവരുണ്ട്, ക്ലബ്ബുകളും സംഘടനകളും സദ്യ നടത്തുന്നുണ്ട്, ഹോട്ടലുകൾ പ്രത്യേകം ഓണം മെനു പുറത്തിറക്കുന്നു, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ വലിയ തോതിൽ സദ്യ തയ്യാറാക്കുന്നു. ഒരു വീട്ടിലെ ഓണസദ്യയിൽ നിന്ന് ഒരു വലിയ കാറ്ററിംഗ് ഓർഡറിലേക്ക് വരെ പണം സഞ്ചരിക്കുന്ന വലിയ വിപണിയാണ് ഓണം. 450 കോടി രൂപ എന്ന കണക്കിന് പിന്നിലെ പ്രധാന ചിത്രം ഇതാണ്. മലയാളികളുടെ ജീവിതശൈലിയിലെ മാറ്റവും ഓണസദ്യയുടെ വിപണി വളരാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. പണ്ട് വലിയ കുടുംബങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് സദ്യ ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ന് പല കുടുംബങ്ങളിലും എല്ലാവരും ജോലിക്ക് പോകുന്നു. സദ്യ ഒരുക്കാൻ ആവശ്യമായ സമയവും കുറയുന്നു. വലിയ കുടുംബങ്ങൾ ചെറിയ കുടുംബങ്ങളായി മാറുകയും ചെയ്തു. എന്നാൽ ഓണം ആഘോഷിക്കാനുള്ള ആഗ്രഹത്തിന് കുറവുണ്ടായിട്ടില്ല. അതൊരു സദ്യ ഓർഡർ ചെയ്യുന്നതിലേക്ക് കൂടുതൽ കുടുംബവും മാറുകയാണ്. ഇവിടെയാണ് കാറ്ററിംഗ് മേഖലയുടെ വളർച്ച. ഒരു വീട്ടിൽ 4 പേർക്ക് സദ്യ വേണമെങ്കിൽ പോലും 15 മുതൽ 20 വരെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് വലിയ ജോലിയാണ്. പച്ചക്കറി വാങ്ങണം, അരിയണം, കറികൾ ഓരോന്നായി തയ്യാറാക്കണം, പായസം ഉണ്ടാക്കണം, പപ്പടം, ഉപ്പേരി, അച്ചാർ എന്നിവ ഒരുക്കണം, അവസാനം പാത്രങ്ങൾ കഴുകുകയും വേണം. ഈ ജോലികൾ ഒഴിവാക്കി എളുപ്പത്തിൽ ഓണം ആഘോഷിക്കാനുള്ള മാർഗമാണ് പുറത്തുനിന്ന് സദ്യ പല കുടുംബങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് കാറ്ററിംഗ് മേഖലയ്ക്ക് വലിയ അവസരമാകുന്നത്. എന്നാൽ ഈ വിപണിയുടെ മറ്റൊരു വശത്ത് വിലക്കയറ്റത്തിന്റെ സമ്മർദ്ദവുമുണ്ട്. സദ്യയിലെ ഓരോ വിഭവത്തിനും അസംസ്കൃത വസ്തുക്കൾ വേണം. പച്ചക്കറി വേണം, തേങ്ങ വേണം, വെളിച്ചെണ്ണ വേണം, അരി വേണം, പരിപ്പ് വേണം, പാല് വേണം, ശർക്കര വേണം, പഴം വേണം, മസാലകൾ വേണം. ഇതിനൊപ്പം തൊഴിലാളികളുടെ കൂലി, ഗ്യാസ്, ഗതാഗത ചിലവ് എന്നിവയും വരുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്നിന് വില കൂടിയാൽ സദ്യയുടെ മൊത്തം ചിലവിനെയും അത് ബാധിക്കും. അതിനാൽ സദ്യയുടെ വില നിശ്ചയിക്കുന്നത് കാറ്ററിംഗ് സ്ഥാപനങ്ങൾ മാത്രമല്ല, വിപണിയിലെ അസംസ്കൃത വസ്തുക്കളുടെ വിലയും അതിൽ വലിയ ഘടകമാണ്. ഈ വർഷത്തെ ഓണസദ്യയെ സംബന്ധിച്ചുള്ള പ്രധാന ആശങ്കകളിലൊന്നും ഇതുതന്നെയാണ്. ഒരു സാധാരണ സദ്യയിൽ തന്നെ നിരവധി വിഭവങ്ങളുണ്ട്. അവിയലിന് പലതരം പച്ചക്കറികൾ വേണം, സാമ്പാറിന് പരിപ്പും പച്ചക്കറികളും വേണം, തോരന് പച്ചക്കറി വേണം, എരിശ്ശേരിക്ക് കുമ്പളങ്ങയോ ചേനയോ കായയോ വേണം, ഓലന് തേങ്ങാപ്പാൽ വേണം, കാളന് തൈരും തേങ്ങയും വേണം, പായസത്തിന് അരി, പാൽ, ശർക്കര, തേങ്ങാപ്പാൽ തുടങ്ങിയവ ആവശ്യമാണ്. അതിനൊപ്പം നെയ്യ്, പപ്പടം, പഴം, ഉപ്പേരി, ശർക്കര വരട്ടി, അച്ചാർ എന്നിവയും സദ്യയുടെ ഭാഗമാകുന്നു. ഇവയെല്ലാം കൂടിയാൽ സദ്യയുടെ അസംസ്കൃത വസ്തുക്കളുടെ പട്ടിക വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സദ്യയുടെ വിലയിൽ ചെറിയൊരു വർധനമുണ്ടായാലും അതിന് പിന്നിൽ വലിയ ഘടകങ്ങളുണ്ടാകും. ഓണം ആഘോഷിക്കുമ്പോൾ മലയാളി സാധാരണയായി ചെലവ് കുറയ്ക്കാൻ തയ്യാറാകാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഓണസദ്യ.
ഓണമല്ലേ, ഒരു ദിവസം നന്നായി കഴിക്കാമെന്ന ചിന്തയാണ് പല കുടുംബാംഗങ്ങളെയും സദ്യയിലേക്ക് കൂടുതൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതേസമയം കുടുംബ ബജറ്റും നോക്കേണ്ട സാഹചര്യമുണ്ട്. ഓണക്കോടി വാങ്ങണം, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങണം, യാത്ര ചെലവുണ്ട്, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണം, പൂക്കളം ഒരുക്കണം, ബന്ധുക്കളെ കാണണം, ഓണാഘോഷങ്ങൾക്ക് പോകണം. ഇതിനിടയിൽ സദ്യയുടെ ചെലവും ഉയർന്നാൽ മൊത്തം ഓണച്ചെലവിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. പ്രത്യേകിച്ച് വലിയ കുടുംബങ്ങളിൽ ഇത് കൂടുതൽ പ്രകടമാകും. 4 പേർക്ക് സദ്യ വാങ്ങുന്നതും 10 പേർക്ക് സദ്യ വാങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ 450 കോടി രൂപയുടെ വിപണി വളരുമ്പോൾ അതിൻ്റെ മറുവശത്ത് സാധാരണ കുടുംബങ്ങളുടെ ഓണച്ചെലവിലും സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. എന്നാൽ ഓണത്തിൻ്റെ സാമ്പത്തിക ചിത്രത്തിന് മറ്റൊരു പോസിറ്റീവ് വശവുമുണ്ട്. ചെറുകിട ഭക്ഷ്യ സംരംഭകർക്ക് ഓണം വലിയൊരു സീസണാണ്. വീട്ടിൽ നിന്ന് സദ്യ തയ്യാറാക്കി വിൽക്കുന്ന ചെറിയ സംരംഭങ്ങൾക്ക് കാറ്ററിംഗ് യൂണിറ്റുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, ചെറിയ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, പായസം വിൽക്കുന്ന സ്ഥാപനങ്ങൾ, അച്ചാർ, ഉപ്പേരി തുടങ്ങിയവ വിൽക്കുന്ന ചെറുകിട സംരംഭങ്ങൾ എന്നിവർക്കെല്ലാം ഓണം വലിയ വിപണിയാണ്. ഒരു കുടുംബം സദ്യ വാങ്ങുമ്പോൾ മറ്റൊരു കുടുംബത്തിന് അത് വരുമാനമായി മാറുന്നു. ഒരു ഉപഭോക്താവിൻ്റെ ചെലവ് മറ്റൊരാളുടെ വരുമാനമാകുന്ന സാമ്പത്തിക ശൃംഖലയാണ് ഓണക്കാലത്ത് രൂപപ്പെടുന്നത്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉത്സവകാല വിപണിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീസണുകളിൽ ഒന്നാണ്. ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, വസ്ത്രം മുതൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വരെ, സ്വർണം മുതൽ വാഹനങ്ങൾ വരെ, ഹോട്ടൽ മുതൽ ടൂറിസം വരെ ഓണക്കാലത്ത് വിവിധ മേഖലകളിൽ വിൽപ്പന ഉയരുന്നു. അതിൽ ഭക്ഷണ മേഖലയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം ഓണം ആഘോഷിക്കാതെ പോകാം, പക്ഷേ ഓണം കഴിക്കാതെ പോകാൻ മലയാളിക്ക് ബുദ്ധിമുട്ടാണ്. സദ്യയുടെ വിപണി അതുകൊണ്ട് തന്നെ ശക്തമായി തുടരുന്നു. ഓണസദ്യയുടെ സാംസ്കാരിക പ്രാധാന്യവും കേരള ടൂറിസം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സദ്യ ഒരു പരമ്പരാഗത ഭക്ഷണ രീതി എന്നതിലുപരി കേരളത്തിൻ്റെ സംസ്കാരത്തെയും പ്രാദേശിക ഭക്ഷ്യ വിപണിയെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഘടകമാണ്. 450 കോടി രൂപയുടെ വിപണി കേരളത്തിലെ ഭക്ഷണ മേഖലയ്ക്ക് വലിയൊരു അവസരമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലും വരുമാനവും നൽകുന്ന സീസണാണ് ഓണം. പക്ഷേ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ വില കൂടുന്നു, കുടുംബ ബജറ്റ് സമ്മർദ്ദത്തിലാകുന്നു, അസംസ്കൃത വസ്തുക്കളുടെ വില ഉയരുന്നു, തൊഴിൽ ചെലവ് ഉയരുന്നു, ഗതാഗത ചെലവും വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓണക്കാലത്ത് കുടുംബങ്ങൾ സദ്യയുടെ ചെലവിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സാഹചര്യമാണ് ഉള്ളത്. വീട്ടിൽ തന്നെ സദ്യ ഒരുക്കുന്നവർ അളവ് കൃത്യമായി കണക്കാക്കുകയും ആവശ്യത്തിന് മാത്രം സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാം. പുറത്തുനിന്ന് സദ്യ വാങ്ങുന്നവർ വിലയും വിഭവങ്ങളുടെ എണ്ണവും താരതമ്യം ചെയ്ത് ആവശ്യത്തിന് മാത്രം ഓർഡർ ചെയ്യുന്നതിലൂടെ ചെലവ് നിയന്ത്രിക്കാം. കാരണം ഓണം ആഘോഷിക്കാനുള്ളതാണ്, കടബാധ്യത ഉണ്ടാക്കാനുള്ളതല്ല എന്നതും കൂടി ഓർക്കണം. ഓണസദ്യ ഒരു ഭക്ഷണം മാത്രമല്ല, അത് നമ്മുടെ സംസ്കാരമാണ്. സമ്മതിച്ചു. തലമുറകളായി കൈമാറി വരുന്ന ഭക്ഷണ പാരമ്പര്യത്തിൻ്റെ ഭാഗവുമാണ്. വാഴയിലയിൽ വിളമ്പുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ ഒരു കർഷകൻ്റെ അധ്വാനമുണ്ട്, ഒരു വ്യാപാരിയുടെ വരുമാനമുണ്ട്, ഒരു പാചക തൊഴിലാളിയുടെ തൊഴിലുണ്ട്, ഒരു ചെറുകിട സംരംഭകൻ്റെ പ്രതീക്ഷയുണ്ട്. സദ്യയുടെ രുചി മലയാളി ഉപേക്ഷിക്കില്ല. പക്ഷേ ആ സദ്യയുടെ വില കുടുംബ ബജറ്റിനെ എത്രത്തോളം ബാധിക്കുമെന്നത് ഇത്തവണത്തെ ഓണക്കാലത്തെ പ്രധാന സാമ്പത്തിക യാഥാർത്ഥ്യമായി തുടരുകയാണ്. 450 കോടി രൂപയുടെ വിപണി വളരുമ്പോൾ അതിൻ്റെ നേട്ടം വ്യാപാരികൾക്കും സംരംഭകർക്കും തൊഴിലാളികൾക്കും ലഭിക്കട്ടെ. അതിനൊപ്പം സാധാരണ മലയാളികളുടെ വീട്ടിലെ ഓണാഘോഷത്തിനും അതിൻ്റെ സമൃദ്ധി എത്തട്ടെ. ഓണം സമൃദ്ധിയുടേതാകട്ടെ. ആ സമൃദ്ധി വ്യാപാരികളുടെ കണക്കിൽ മാത്രമല്ല, ഓരോ മലയാളിയുടെയും വീട്ടിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതാണ് ഓണസദ്യയുടെ രുചിക്കപ്പുറം പറയുന്ന വലിയ സാമ്പത്തിക കഥ.